ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ ചേഞ്ചസുകൾ സംഭവിക്കുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ടൊന്നുമല്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവരെങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്ര ഈസി ആയിട്ടും കാമായിട്ടൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊന്നും പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിച്ചതായിരിക്കില്ല. അവർ അതിന് വേണ്ടിയിട്ട് ഓരോ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തെടുത്തായിരിക്കും അവർ നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസുകളൊക്കെ വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് എങ്ങനെ നമുക്കൊന്ന് റീഓർഗനൈസ് ചെയ്ത് എടുക്കാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഏരിയാസിലും ഇതുപോലെയുള്ള ചെറിയ ആക്ഷൻസ് നമ്മൾ എടുത്തു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വളരെ കാമായിട്ടും ഈസി ആയിട്ടും ഹാപ്പി ആയിട്ടും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഞെട്ടൽ ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. പലർക്കും പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നതായിരിക്കും മിക്കവരുടെയും പ്രോബ്ലം. ഞാനും ആ കൂട്ടത്തിൽ പെടുന്നൊരു ആൾ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുത്തു തുടങ്ങുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ പല വീഡിയോസും ഇതൊക്കെ കാണുമ്പോൾ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുക. ഒരുപക്ഷെ അത് വർക്കാവുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതുപോലെ നമ്മുടെ ലൈഫിൻ്റെ ഓരോ ഏരിയാസിൽ നമുക്ക് എങ്ങനെ ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്തു തുടങ്ങാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് പറയുന്ന കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയാണോ തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ അതുപോലത്തെ ചെറിയ ആക്ഷൻസിന് തുടങ്ങും. അങ്ങനെ ചെറിയ ആക്ഷൻസ് പതുക്കെ എടുത്ത് തുടങ്ങുമ്പോൾ പതിയെ പതിയെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമ്മുടെ ലൈഫിൽ അടുത്ത പുതിയ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ വലിയ മാറ്റങ്ങളിലേക്ക് നമുക്ക് എത്താനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ഓർഗനൈസ് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നെക്സ്റ്റ് ഡേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യാറുള്ളത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു ഐഡിയ കിട്ടും. അത് ആലോചിച്ച് നമ്മൾ ഒരുപാട് സമയം കളയണ്ട. ഒപ്പം തന്നെ നമ്മളെക്കുറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ചില കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഗുണമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. വെറുതെ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ പോകുന്ന കാര്യങ്ങളും ഉണ്ടാവും. ഇങ്ങനെ എഴുതുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ പതുക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയാനും കൂടെ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല കാര്യങ്ങൾ നമ്മുടെ ഹാബിറ്റ്സിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് പറ്റുക. ആവശ്യമില്ലാത്തത് കളയുമ്പോൾ ആ സ്പേസിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലത്തെ നല്ല കാര്യങ്ങൾ നമ്മുടെ റുട്ടീൻ്റെ പാർട്ടാക്കാം. ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. നമുക്കറിയാം, ഒരുപാട് സമയം നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യാറുണ്ടാവും. അത് നമ്മളെ സമയം വെറുതെ കളയാറുണ്ട്. ഒപ്പം തന്നെ നമ്മളെ ഇമോഷണലി ഡൗൺ ആക്കാനും കാരണമാവാറുണ്ട്. പലപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലാത്ത വീഡിയോസ്, അല്ലെങ്കിൽ വെറുതെ ഗോസിപ്പായിട്ടുള്ള വീഡിയോസ്, അല്ലെങ്കിൽ നമ്മളെ ഇമോഷണലി ഡൗൺ ആക്കുന്ന ടൈപ്പിലുള്ള എന്തെങ്കിലും ന്യൂസുകൾ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് ഓർഗനൈസ്ഡ് ആവണത് എപ്പോഴും നമ്മുടെ ലൈഫ് ഒരു പുതിയ ലെവലിലേക്ക് പോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് തോന്നുന്ന അത്തരം വീഡിയോസുകളൊക്കെ നമ്മൾ കാണാതിരിക്കുക. നമ്മൾ ഇമോഷണലി ഡൗൺ ആക്കുമെന്ന് തോന്നുന്ന വീഡിയോസ് കാണാതിരിക്കുക. പകരം നമ്മൾക്ക് വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നുന്ന വീഡിയോസിന് വേണ്ടി മാത്രം സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക.
രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നത് നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്നൊരു ദിവസം നമുക്കൊരു ഏർലി മോർണിംഗ് പേഴ്സൺ ആവാൻ ഒരിക്കലും സാധിക്കില്ല. ഒരു 4 മണിക്ക് എണീക്കുന്ന ആളോ 5 മണിക്ക് എണീക്കുന്ന ആളോ ഒന്നും ആകാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ഏത് സമയത്താണോ എണീക്കുന്നത് ആ എണീക്കുന്ന സമയത്തിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് എണീക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. ആ രീതിയിൽ ഓരോ ദിവസം ഓരോ 10 മിനിറ്റുകൾ കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു ഏർലി മോർണിംഗ് പേഴ്സൺ ആവാനാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതുമാത്രമാണ് നമുക്ക് വർക്കാവുന്ന കാര്യം. അതേപോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുക, ഒന്ന് നീറ്റായിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ ചുറ്റുപാട് ഓർഗനൈസ് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കടന്നിട്ടുള്ള സ്ഥലമൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീടിൻ്റെ ഓരോ മുക്കും മൂലയും നമ്മൾ ഓർഗനൈസ് ചെയ്ത് തുടങ്ങും. ഇവിടെ എണീക്കുന്ന സമയം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ രാത്രി കിടക്കുന്ന സമയം പ്ലാൻ ചെയ്യുക എന്നുള്ളത്. രാത്രി കിടക്കുന്ന സമയത്തിന് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമാണ് അതിനനുസരിച്ച് നമുക്ക് രാവിലെ നേരത്തെ എണീക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് രാത്രി കിടക്കുന്ന സമയം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ഭക്ഷണം നേരത്തെ കഴിക്കുക, ജോലികളൊക്കെ നേരത്തെ ചെയ്ത് തീർക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ലൈഫിനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയൊരു സീക്രട്ട് ഉണ്ട്, അതാണ് സെൽഫ് മോട്ടിവേഷൻ. ഇതാണ് നമുക്ക് പലർക്കും ഇല്ലാത്തത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്. അതിന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് എഴുതുമെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ടിക്ക് ചെയ്യുക. എന്നിട്ട് ആ ചെയ്ത കാര്യങ്ങൾക്ക് നമ്മളെ തന്നെ സ്വയം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കൂടാൻ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു വീഡിയോസിനും ഒരു ബുക്കിനൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു പരിധിയുണ്ട്, പക്ഷെ നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ യാതൊരു പരിധിയില്ല. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാതെ ഇതുപോലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആക്ഷൻസ് എടുത്തു തുടങ്ങുക. അവിടെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആക്ഷൻസിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നമ്മൾ ആക്ഷൻസ് എടുത്തു തുടങ്ങുകയും വേണം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന, നമ്മുടെ റൊട്ടീനൊക്കെ ഇണങ്ങുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൻ്റെ ഓരോ ഏരിയാസിലും എടുത്തു തുടങ്ങുക. തീർച്ചയായിട്ടും നമുക്കതിൽ വലിയൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഓർമ്മയുണ്ടാവുക, നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ സിമ്പിൾ സ്റ്റെപ്പുകളാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.